Welcome 7th standard children to your part first video in geography. So a little gap you all have got, isn't it? You have celebrated your Onam. How was your Onam celebration? And your examination also. I hope all have written well. Now we are going to start with the lessons and you all can come back to your studies. So geography, the third lesson I am going to take, that is our changing earth. Our changing earth. Now we will find out how is our earth changing. Now we all have studied about hydrosphere, lithosphere and all, isn't it? Lithosphere for land. For land we will say what? Lithosphere, isn't it? So here they are telling that in the earth there are lithospheric plates. അതായത് ഇങ്ങനെ earthന്റെ crust layer plates ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാ പറയുന്നത്. That is called lithospheric plates. And they are telling that these plates are moving round very slowly. പക്ഷെ നമ്മളൊക്കെ ആ ലിത്തോസ്ഫിയറിന്റെ മേലിൽ നിൽക്കുന്നത് പക്ഷെ നമ്മൾ അറിയുന്നുണ്ടോ ഇല്ല. അപ്പോൾ ഈ earthന്റെ അടിയിൽ ഈ പ്ലേറ്റ്സ് ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. Now that is a few millimeters, അതായത് 1 centimeter 10 millimeter makes 1 centimeter. അപ്പോൾ എത്രയോ മില്ലിമീറ്റർ 4 or 5 millimeter അത്രയും ഡിസ്റ്റൻറ്റ് എർത്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നാ പറയുന്നത് ഒരു ഇയറിൽ. So the movement of these plates causes changes on the surface of the earth. അങ്ങനെയാണ് എർത്തിൻ്റെ സർഫസിൽ പല ചേഞ്ചസ് ഉണ്ടാവുന്നത്. Now these movements are distinguished into two. രണ്ട് ഭാഗമായിട്ട് തിരിച്ചത്. That is endogenic forces. ഈ മൂവ്മെന്റ് എങ്ങനെയാണ് കോസ് ചെയ്യുന്നത്? ബൈ എൻഡോജീനിക് ഫോഴ്സസ് ആൻഡ് എക്സോജീനിക് ഫോഴ്സസ്. അപ്പോൾ രണ്ട് ഫോഴ്സസ് ആണ് എർത്തിൻ്റെ സർഫസ്. ദ ഫോഴ്സസ് വിച്ച് ആക്ട് ഇൻ ദ, അതായത് ഈ ഫോഴ്സസ് ആണ് ഈ മൂവ്മെന്റ്സിനെ കോസ് ചെയ്യുന്നത്. So which are the two movements, endogenic and exogenic? Now what is endogenic? Now the forces which causes in the interior of the earth, അത് earthന്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു ശക്തിക്കാണ് we call what? Endogenic forces. And the forces on the surface, മേൽഭാഗം പുറത്ത് വന്നിട്ടുള്ള ഫോഴ്സിനാണ് we call what? Exogenic forces. അപ്പോൾ ഈ രണ്ട്, സോ എൻഡോജീനിക് ഫോഴ്സസ് സംടൈംസ് പ്രൊഡ്യൂസ് സഡൻ മൂവ്മെന്റ്. കണ്ടോ? എൻഡോജീനിക് മീൻസ് ഇൻസൈഡ് ദ എർത്ത്, ഇന്റീരിയർ ഓഫ് ദ എർത്ത്. ആ ഫോഴ്സസ് ആണ് സഡൻ മൂവ്മെന്റ്. എന്താ സഡൻ മൂവ്മെന്റ്? എർത്ത് ക്വേക്സ് ആൻഡ് വോൾക്കാനോസ്. ഈ രണ്ട് മൂവ്മെന്റ് ആണ് ഫോം ചെയ്യുന്നത്. കണ്ടോ? സഡൻ മൂവ്മെന്റ്. ദ അതർ ടൈം പ്രൊഡ്യൂസ് സ്ലോ മൂവ്മെന്റ്. മറ്റേ സമയത്തൊക്കെ ചിലപ്പം സഡൻ മൂവ്മെന്റ്, ചില സമയത്ത് സ്ലോ മൂവ്മെന്റ്. ഈ സഡൻ മൂവ്മെന്റിനാണ് വി കോൾ വാട്ട്? എർത്ത് ക്വേക്സ് ആൻഡ് വോൾക്കാനോസ് കോസസ് മാസ് ഡിസ്ട്രക്ഷൻ ഓവർ ദ സർഫസ് ഓഫ് ദി എർത്ത്. അല്ലേ? ഈ എർത്ത് ക്വേക്കും വോൾക്കാനോ ആണ് ഒരുപാട് ഡിസ്ട്രക്ഷൻ, നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന സർഫസിൽ. അപ്പോൾ എന്താണ് ഈ രണ്ട് ഫോഴ്സസ് ആണ് കോസ്? ഈ എൻഡോജീനിക് ഫോഴ്സസ് ആണ് നമ്മൾ എർത്ത് ക്വേക്കും വോൾക്കാനോ എന്ന് പറയുന്നത്. Now you know what is a volcano. See, the volcano means molten lava. Kanda? In last time, no, you all have studied that metamorphic rock under great heat and pressure causes molten magma. അതിങ്ങനെ ചുട്ടി പൊള്ളുന്ന മാഗ്മ, അതാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അതെങ്ങനെയെങ്കിലും തിക്കി അത് പുറത്തേക്ക് വരിക. അതാണ് ഇവിടെ ആഷസ്, വെണ്ണീരു, ആഷസ് ആൻഡ് ഗ്യാസസ് ഒക്കെ ഇവിടെ ഇത് കൂടെയൊക്കെ തുളച്ചിങ്ങനെ മോൾട്ടിൻ ലാവ ഇങ്ങനെ വരും. കണ്ടോ? മോൾട്ടിൻ ലാവ എന്ന് പറയുന്നത് ഇങ്ങനെ ചുട്ട് പഴുത്ത ഈ ലാവ ഒരു ദ്രാവകമായിട്ട് സാധനമാണ് പുറത്തേക്ക് വരുന്നത്. സോ ഇൻ ദ എർത്ത് crust through which molten lava erupts suddenly. Now similarly when the lithosphere plates move, the surface of the earth vibrates. ഈ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് ഇങ്ങനെ ചെറുങ്ങനെ മൂവ് ചെയ്യുമ്പം ചെറുങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ദ വൈബ്രേഷൻ ക്യാൻ ട്രാവൽ ഓൾ. കണ്ടോ? ആ വൈബ്രേഷൻ ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. കണ്ടോ? ഈ വൈബ്രേഷൻ ഇങ്ങനെ റൗണ്ട് എർത്ത് ക്വേക്ക് ഫോം ചെയ്യുന്ന അതാണ്. കണ്ടോ? ഇതാണ് ഫോക്കസ്. എർത്ത് ക്വേക്കിൻ്റെ ആരംഭം ഇവിടുന്നാണ് വരുന്നത്.
അത് മേൽഭാഗത്തേക്ക് എത്തുമ്പോൾ അതിന് എപ്പിസെന്റർ. ഈ എപ്പിസെന്റർ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സർഫസിലാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ പ്രദേശങ്ങൾക്കൊക്കെ ഈ റിക്ടർ സ്കെയിൽ വല്ലാതെ വലിപ്പം 6.0, 5 അതൊക്കെ വലിയ എർത്ത് ക്വേക്കാണ്. അതിങ്ങനെ പിന്നെ ഈ ഭാഗത്തൊക്കെ ചെറിയൊരു വൈബ്രേഷൻ കുറച്ച് മുന്നേ നമുക്കുണ്ടായിരുന്നല്ലോ, ചെറിയൊരു തോതിലൊരു ഇളക്കം. ഇപ്പൊ ഈ ഭാഗത്തെ ഏരിയാസ് ഒക്കെ ചെറിയൊരു ഭാഗം ഇളക്കം. എപ്പിസെന്ററിന്റെ അവിടുത്തെ ഏരിയ ആണ് ഒരുപാട് ബാധിക്കുക. Now when the list of flame move, the surface of the earth vibrates. The vibration can travel all around. അപ്പോൾ vibration എങ്ങനെയാണ് travel ചെയ്യുന്നത്? Circular movement. These are called earthquake. അപ്പോൾ ഈ vibration ആണ് നമ്മൾ earthquake എന്ന് പറയുന്നത്. The place in the crust where the movement starts. കണ്ടോ, എവിടുന്നാണ് earthquake സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അതിൻ്റെ സർഫസ് ഓഫ് ദ എർത്തിന്റെ ഭാഗത്തേക്കാണ്, അത് ഉള്ളിലായിരിക്കും. ഫോക്കസ് എപ്പോഴും ഉള്ളിലായിരിക്കും. സർഫസ് ഓഫ് ദ എർത്തിനാണ് എപ്പിസെന്റർ. എപ്പിസെന്ററിന്റെ ഭാഗത്തുള്ള പ്രദേശങ്ങൾക്കാണ് വല്ലാതെ ബാധിക്കുക. Now the place on the surface above the focus is called the epicenter. Vibration travels outwards from the epicenter as waves. കണ്ട, ഈ വേവ്സുമായി ഇൻ സർക്കുലർ വിധത്തിലാണ് അതിങ്ങനെ വൈബ്രേഷൻ പോവുക. അപ്പൊ എപ്പിസെന്ററിന് അകലെ പോകുന്നക്കോളം ആ വൈബ്രേഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. Now although earthquakes cannot be predicted, കണ്ട, മുൻകൂട്ടിയിട്ട് നമുക്ക് earthquake-നെ നമുക്ക് predict ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും certainly minimized if we are prepared beforehand. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ബിഫോർ ഹാൻഡ് നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. Some common earthquake prediction methods adopted locally by people include studying. അപ്പോൾ എങ്ങനെയൊക്കെയാണ് earthquake മുൻകൂട്ടി അറിയുക? ഈ ആനിമൽസിൻ്റെ നിന്നും നമുക്ക് മനസ്സിലാവാം. ഈ ആനിമൽസ് ലൈക്ക് ദ ഡോഗ്, അതേമാതിരി ഫിഷ്, എക്വേറിയൻ്റെ അകത്ത് ഫിഷ് ഒരു ജാതി നീക്കൊക്കെ തുടങ്ങും. അതേമാതിരി ഡോഗ്സ് ഒരു കുരയ്ക്കും. അതേമാതിരി സ്നേക്സ് കംസ് ഔട്ട് ഓഫ് ദ ഹോൾ. അപ്പോൾ ഈ ആനിമൽസിന് മനസ്സിലാവുന്ന പറയുന്നത് ഈ earthquake മുൻകൂട്ടിയിട്ട് ഈ earthquake വരുന്നത്. സോ വൺ തിങ് ഇൻ 2001 ഏറ്റവും വലിയൊരു earthquake formed, isn't it? That here in this text you can see in the newspaper that is in Gujarat. Earthquake hits ഭുജ്. ഭുജ് എന്ന് പറയുന്നത് ഗുജറാത്തത്തെ ഒരു പ്ലേസിലാണ്. അപ്പോൾ ഒരുപാട് സ്കൂൾസ്, ഒരുപാട് കുട്ടികൾ, അന്ന് 26 ജാനുവരി ആയിരുന്നു, റിപ്പബ്ലിക് ഡേ, അന്നായിരുന്നു അത് സംഭവിച്ചത് ഇൻ ഭുജ്, ഗുജറാത്ത്. കണ്ടോ? സോ earthquake, അപ്പം മുൻകൂട്ടി വാട്ട് ഓൾ പ്രിക്കോഷൻസ് വി ക്യാൻ ടേക്ക്. നൗ സേഫ് സ്പോട്ട്. അപ്പോൾ എവിടേക്കാണ് earthquake അതായിട്ട് സംഭവിച്ചത്? എവിടേക്കാണ് സേഫ് സ്പോട്ട്? അണ്ടർ കിച്ചൺ കൗണ്ടർ. കണ്ടോ, നമ്മൾ ഗ്യാസൊക്കെ വെക്കുന്ന കൗണ്ടർ ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ ഒന്നിങ്ങനെ പോയി ഇരിക്കുക, അല്ലെങ്കിൽ ടേബിൾ ഓർ ഡെസ്ക്, ടേബിളിൻ്റെ ചോട്ടിൽ അല്ലെങ്കിൽ ഡെസ്കിൻ്റെ ചോട്ടിൽ. സ്റ്റേ അവേ ഫ്രം ഫയർ പ്ലേസസ്. ഫയർ പ്ലേസിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കുക. ചിമ്നീസ്, വിൻഡോ, ഈ വിൻഡോൻ്റെ ഗ്ലാസ് ഒക്കെ ഷാറ്റർ ചെയ്തിട്ട് നമ്മുടെ മേലേക്ക് പോകും. അപ്പോൾ വിൻഡോസിൻ്റെ അടുത്തൊന്നും നിൽക്കാൻ പാടില്ല. ഇൻക്ലൂഡിങ് മിറേഴ്സ് ആൻഡ് പിക്ചേഴ്സ് ഓൾസോ ഓൺ ദ വാൾ, ഗ്ലാസ് പിക്ചേഴ്സ് ആൻഡ് ഓൾ. Now spread awareness among your friends and family members and face any disasters confidently. So next is what? Major landforms. അതായത് major landforms എങ്ങനെയാ? land. Now the landscape is being continuously worn away by two processes. കണ്ടോ? അപ്പം നമ്മൾ ലാൻഡ് തേയ്മാനം എന്തെങ്കിലും ഇങ്ങനെ wear out കോസസ്, അത് എന്തൊക്കെയാണ് കോസ് ചെയ്യുന്നത്? വിൻഡ്, പിന്നെ റണ്ണിങ് വാട്ടർ, പിന്നെ ഗ്ലേഷ്യർ. ഇതൊക്കെ ഗ്ലേഷ്യർ ഓൾസോ ഇങ്ങനെ ഏത് സമയം മൂവ് ചെയ്തുകൊണ്ട് നിൽക്കും. വിൻഡ് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കും. റണ്ണിങ് വാട്ടർ ഓൾസോ മൂവ്. റിവർ വാട്ടർ, ഈ സ്റ്റാൻഡ് ചെയ്യുന്ന വാട്ടർ അല്ല, റണ്ണിങ് വാട്ടർ ലൈക്ക് റിവർ വാട്ടർ. അതൊക്കെയാണ് നമ്മളെ ലാൻഡ്സ്കേപ്പിന് മാറ്റങ്ങൾ വരുത്തുന്നത് ഷേപ്പിലൊക്കെ. So what these processes, അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന പ്രോസസ്സിനാണ് called weathering and erosion. Weathering and erosion. ഈ weathering and erosion ആരാ ഫോം ചെയ്യുന്നത്? erosion. Sea also, കടലിനും ഒരു ബിഗ് റോൾ ഉണ്ട്. So weathering means what? This weathering means is the breaking up of rocks into small pieces, particles, breaking up of the rock. അതായത് വലിയ വലിയ കല്ലുകൾ, പാറകളൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പോവുക. അതിനാണ് we call what? weathering.
Now erosion means wearing away by different agent. Erosion means by the different like wind, running water and ice. Running water per river എന്ന് പറയുമ്പോൾ റിവർ ഇങ്ങനെ ഫ്ലോ മൗണ്ടനിൽ നിന്ന് ഫ്ലോ ചെയ്യുമ്പം അതിങ്ങനെ ഫ്ലോ ചെയ്യുന്ന കോളം മൗണ്ടൻ്റെ ഭാഗത്തുള്ള കല്ല് മണ്ണ് അതൊക്കെ ഇങ്ങനെ ആയിട്ട് അത് താഴോട്ടേക്ക് വരിക. അതിങ്ങനെ കുറേ ഇങ്ങനെ റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തേയ്മാനത്തോടെ അതിൻ്റെ കൂടെ കല്ല് മണ്ണൊക്കെ അതങ്ങനെ വരും. അതാണ് ഇറോഷൻ. പിന്നെ അതേമാതിരി ഗ്ലേഷ്യർ ഓൾസോ ബിഗ് ഗ്ലേഷ്യർ മീൻസ് വാട്ട് ബിഗ് പീസസ് ഓഫ് ഐസ് അതിങ്ങനെ പതുക്കെ ഒഴുകാൻ തുടങ്ങും. അതങ്ങനെ നീങ്ങും തോറും അതിങ്ങനെ അടിച്ചമർത്തും ബുൾഡോസറുമാതിരി അതിൻ്റെ ഏർത്തിൻ്റെ സർഫസ് അത് അടിച്ചമർത്തി ഇങ്ങനെ കൊണ്ടുവരും. അതിൻ്റെ കൂടെ തന്നെ കുറേ കല്ലും മണ്ണിനെയും കൊണ്ടുവരും. അതേമാതിരി വിൻഡ് ഓൾസോ വിൻഡും ഈ ഡെസേർട്ടിലൊക്കെ വിൻഡാണ് സാൻഡ് ഡ്യൂൺസ് ഒക്കെ ഫോം ചെയ്യുന്നത്. ഇറ്റ് വിൽ ക്യാരി അവേ ദ സാൻഡ് എന്നിട്ട് ഒരു ഭാഗത്തായിട്ട് കൂട്ടി വെക്കും. പിന്നെ അവിടുന്ന് വിൻഡ് വരുമ്പോൾ അതങ്ങനെ നീങ്ങി അതങ്ങനെ അതാണ്. അപ്പോൾ ഈ വിൻഡ് റണ്ണിങ് വാട്ടർ ആൻഡ് ഗ്ലേഷ്യർ ആണ് ഈ റോൾ എടുക്കുന്നത്, ഈ ഇറോഷൻ്റെ റോൾ എടുക്കുന്നത്. ഇറോഷൻ മീൻസ് ഈ തേയ്മാനം. ഈവൻ സീ ഓൾസോ സീ ആണ് ഇങ്ങനെ തിര അടിച്ചടിച്ചടിച്ച് കുറേ കഴിഞ്ഞാൽ ഈ കടലിൻ്റെ അകത്തൊക്കെ പാറകളുണ്ടാവും. അപ്പോൾ തിര ഇങ്ങനെ അടിച്ചടിച്ച് പാറ ഇങ്ങനെ തേഞ്ഞ് അതാ ഇവിടെ ഇങ്ങനെ കാട്ടുന്നത്. അത് അടുത്ത പിക്ചറിൽ കാട്ടുന്നുണ്ട്. Now first we learn about sea and all we learn about. First we will learn about the work of a river. അപ്പോൾ റിവർ എന്താണ് ഫോം ചെയ്യുന്നത്? ദ റണ്ണിങ് റിവർ ഇൻ ദ സീ റോഡ്സ് ദ ലാൻഡ്സ്കേപ്പ്. ഈ റിവർ ഇങ്ങനെ ഒഴുകുന്ന കോളം അത് ഏത് ലാൻഡിൽ കൂടിയാണ് അത് ഒഴുകുന്നത്? അവിടെ തേയ്മാനം, അത് മണ്ണ് കല്ല് അതൊക്കെ അങ്ങനെ അതങ്ങനെ കൊണ്ട് താഴോട്ടേക്ക് ഇങ്ങനെ വരും. അത് when the river tumbles at steep angle over very hard rocks or a steep valley sides called waterfall. അപ്പോൾ how waterfall is forming when the river, you know where is the source, beginning of the river on top of the mountain. ആ മൗണ്ടന് മേലെ അതിങ്ങനെ ഒഴുകി വരുമ്പോഴാണ് അത് ഒരു ക്ലിഫിനെ കണ്ടുമുട്ടുക, ഒരു കൊക്കയോ എന്തെങ്കിലും അങ്ങനെ വരുമ്പോൾ അത് ഒരു ചാട്ടത്തോടെയാണ് വെള്ളം ഒഴുകുക. That's called what? Waterfall. The sudden fall of water over a cliff is waterfall occurs. Now as the river enters the plain, I know that the river starts from top of a mountain and finally it ends into a sea. എല്ലാ റിവറും മൗണ്ടൻ്റെ മേലെ നിന്ന് ആരംഭിച്ചിട്ട് അത് എങ്ങോട്ടേക്കാണ് അവസാനിക്കുക? നേരെ കടലിലേക്ക്. Isn't it? It ends into the sea. Now the rest I'll continue in the next video. Now one thing, so far how much I've taken so far, you all read the lesson and understand. You understand? Only then you all can follow the next video. Okay children, thank you.